ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വറുത്തരച്ചുണ്ടാക്കുന്ന വെണ്ടക്ക കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക അതിലിട്ട് വറുത്ത് കോരിയെടുക്കാം. പിന്നെ അതേ പാനിലോട്ട് തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ ചിരവിയതിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 വെളുത്തുള്ളി, 10 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ വലിയ ജീരകം, കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി വറുത്തെടുക്കാം. ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റി ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആ ചട്ടിയിലോട്ട് തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്ത് ഇതുപോലെ ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഞാൻ അതിലേക്ക് 3 തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അതിലേക്ക് 1 നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തത് ഒഴിച്ച് കൊടുത്തിക്കണ്. ഞാൻ തിളച്ച് വരുമ്പോൾ അതിലേക്ക് വെണ്ടക്ക വറുത്ത് വെച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് വേവിച്ചാൽ തന്നെ വെന്ത് കിട്ടും. അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ പേസ്റ്റ് ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് തൂമിച്ചൊഴിക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക്, ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ ഉണക്കൽ മുളക്, കറിവേപ്പില ചേർത്ത് കൊടുത്തിക്കണ്. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് ഇത് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ വെണ്ടക്ക കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലായി അറിയിക്കുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.